പൊയ്യ പഞ്ചായത്തിൽ പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളും ഫിഷറീസ് വകുപ്പും തമ്മിൽ തർക്കം. കൊശവർകുന്ന് പ്രദേശത്ത് ചീനവല സ്ഥാപിക്കുന്നതിന് ഉദ്യോഗസ്ഥർ വിലക്കേർപ്പെടുത്തിയെന്നാരോപിച്ച് മത്സ്യത്തൊഴിലാളികൾ രംഗത്ത്. പാവപ്പെട്ട പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളോട് മാത്രം വിവേചനപരമായ സമീപനമാണ് ഫിഷറീസ് വകുപ്പ് സ്വീകരിക്കുന്നതെന്നും അവർ ആരോപിച്ചു. പൊയ്യ പഞ്ചായത്തിലെ കൊശവർകുന്ന് പ്രദേശത്ത് പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾ സ്ഥാപിച്ച ചീനവലകൾക്ക് ഫിഷറീസ് വകുപ്പ് വിലക്കേർപ്പെടുത്തിയെന്നാരോപിച്ച് തൊഴിലാളികൾ പ്രതിഷേധവുമായി രംഗത്തെത്തി. ടൂറിസം സാധ്യതകൾ മുൻനിർത്തി പുഴയിൽ ചെറിയ ചീനവല സ്ഥാപിച്ചപ്പോൾ ഉദ്യോഗസ്ഥർ ഭീഷണിപ്പെടുത്തുകയും തടസ്സം സൃഷ്ടിക്കുകയും ചെയ്തുവെന്നാണ് തൊഴിലാളികളുടെ ആരോപണം. തിരുത്തൂർ, കൃഷ്ണൻകോട്ട, ചാപ്പാറ തുടങ്ങിയ പ്രദേശങ്ങളിൽ 50-ലധികം ചീനവലകൾ പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും അവയ്ക്കെതിരെ നടപടി സ്വീകരിക്കാതെ പാവപ്പെട്ട പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളോട് മാത്രം വിവേചനപരമായ സമീപനമാണ് ഫിഷറീസ് വകുപ്പ് സ്വീകരിക്കുന്നതെന്നും അവർ ആരോപിച്ചു. ഇവിടെ ചീനവല മത്സ്യത്തൊഴിലാളികൾ ഇട്ട് കഴിഞ്ഞപ്പോൾ മാത്രം പരാതി, അതായത് ഫിഷറീസ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന് ഭയങ്കര പരാതിയാണ്. അതായത് വേറെ ഒന്നല്ല, അവർ രേഖാമൂലം പരാതിയൊന്നും കിട്ടിയിട്ടില്ല അവർക്ക്. അവർ ഫോണിൽ ആരോ പരാതി വിളിച്ചു പറഞ്ഞെന്നും പറഞ്ഞുകൊണ്ട് തന്നെ കഴിഞ്ഞ ദിവസം ഇത് നീക്കം ചെയ്യണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഫോൺ ചെയ്യുന്നുണ്ടായത്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പുഴയിൽ തന്നെ ഒരു 100ഓളം ചീനവലകൾ ഇപ്പോൾ സ്ഥിതി ചെയ്യുന്നുണ്ട്. അത് ഗവൺമെൻറ് ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ ബിസിനസ്സുകാരും മറ്റ് വലിയ വലിയ ആൾക്കാരൊക്കെയാണ്. അവരെ ഒന്നും തൊടാതെ ഈ മത്സ്യത്തൊഴിലാളികൾ, ഈ പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികൾ ഒരു ചീനവല ഇട്ടപ്പോഴാണ് ഈ പ്രശ്നം ഉണ്ടാകുന്നത്. അതായത് ഈ ചീനവല ഇടുന്നതിന് ഒരു 2-3 ലക്ഷം രൂപ ചിലവാണ്. അപ്പോൾ ആരും തന്നെ അങ്ങനെ ഇടാറില്ല. ആദ്യമായിട്ടാണ് ഒരു മത്സ്യത്തൊഴിലാളികൾ ഗ്രൂപ്പായി ചേർന്നിട്ട് ഇപ്പോൾ ഈ പറഞ്ഞ ചീനവല ഇവിടെ സെറ്റ് ചെയ്തേക്കുന്നത്. ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എല്ലാം മുന്നിൽ കണ്ടുകൊണ്ടാണ്. ഇപ്പോൾ ടൂറിസവുമായി ബന്ധപ്പെട്ട് വൈകുന്നേരം സമയങ്ങളിലൊക്കെ ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട്. അതാണ് കരയോട് ചേർന്ന് തന്നെ നമ്മൾ ഈ ചീനവല സെറ്റ് ചെയ്തേക്കുന്നത്. അതിൻ്റെ പണികൾ കഴിഞ്ഞിട്ടില്ല. ചീനവല വലിക്കുന്നുള്ള പരാതിയൊക്കെ പറഞ്ഞിട്ടാണ് ഇപ്പോൾ അവിടെ നിന്ന് വിളിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ പണികൾ നടന്നുകൊണ്ടിരിക്കുന്നുള്ളൂ. അതിൻ്റെ ഇടയിലാണ് ഇത്തരത്തിലുള്ള ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത്. മത്സ്യബന്ധന ലൈസൻസ് തടഞ്ഞു വെച്ചിരിക്കുകയാണെന്നും വലിയ സാമ്പത്തിക ചെലവിൽ നിർമ്മിച്ച ചീനവല ഉപയോഗിച്ച് ഉപജീവനം നടത്തുന്ന തങ്ങളെ മത്സ്യബന്ധനത്തിൽ നിന്ന് തടയരുതെന്നും തൊഴിലാളികൾ ആവശ്യപ്പെട്ടു. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ ലൈസൻസ് മേടിക്കാൻ കഴിഞ്ഞ ദിവസം തൃശ്ശൂർ പോയി ലൈസൻസ് അടക്കം പിടിച്ചു വെച്ചേക്കണം. മത്സ്യബന്ധനത്തിൻ്റെ മത്സ്യം പിടിക്കുന്നതിനുള്ള ലൈസൻസ് വർഷം പുതുക്കണം. അതിൻ്റെ ലൈസൻസ് വരെ ഇപ്പോൾ പിടിച്ചു വെച്ചേക്കാണ്. അപ്പോൾ എന്തായാലും നമുക്കിതിലെന്തായാലും ഒരു നടപടി ഉണ്ടാവണം എത്രയും പെട്ടെന്നൊക്കെ തന്നെ. അല്ലെങ്കിൽ അതുപോലെ തന്നെ നമുക്കിതിൻ്റെ പേപ്പറുകളൊക്കെ തന്നെ ലൈസൻസ് നമ്മൾ ഉദ്ദേശിക്കുന്നില്ല. നമുക്കിവിടെ എന്തെങ്കിലും ഇപ്പോൾ ബോട്ടിങ് വല്ലതൊക്കെ വരുന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ടൂറിസവുമായി ബന്ധപ്പെട്ട് വരുന്നുണ്ടെങ്കിൽ നമുക്കിത് നീക്കം ചെയ്ത് കൊടുക്കാൻ നമ്മൾ തയ്യാറാണ്. പക്ഷേ ഈ പറഞ്ഞ രീതിയിൽ മറ്റുള്ള എല്ലാവർക്കും നിയമം ഒരുപോലെ ഇരിക്കണം. ഇപ്പോൾ അവിടെ 100ഓളം ചീനവലകൾ പ്രവർത്തിക്കുന്നു, ഇവിടെ ഈ ഒരെണ്ണം മാത്രം പ്രശ്നമുള്ള രീതിയിൽ നമുക്കത് മുന്നോട്ട് പോകാൻ സാധിക്കില്ല. എന്തായാലും നമുക്ക് ഇതിനൊരു കറക്റ്റായിട്ടുള്ളൊരു ഇത് ഫിഷറീസ് ഓഫീസിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടണം. മീഡിയ ടൈം, മാള.